യാത്രക്കാർ റെഡിയാണ്, ഗഗൻയാനും റെഡിയാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. 2021 വിക്ഷേപണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് നീണ്ട് 2024 ആകുമെന്ന് പറഞ്ഞു. 2024 അവസാനമോ 2025 ആദ്യമോ തന്നെ ഗഗൻയാൻ നടക്കും. 3 പേരാകും ബഹിരാകാശത്തേക്ക് പുറപ്പെടുക. ഇപ്പോൾ 4 പേരുടെ പട്ടികയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ പോലും 3 പേരാകും പുറപ്പെടുക. ഈ 4 പേരിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ആദ്യം 25 പേരുടെ പട്ടിക ഉണ്ടാക്കി അവിടെ നിന്ന് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയാണ് 4 പേരുടെ തിരിച്ചെന്നിരിക്കുന്നത്. ഇവരെന്ന് പറയുന്നത് സുഖോയി അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഏത് ദുർഘട പാതയിൽ പോലും സഞ്ചരിക്കാൻ, ഏറ്റവും മുകളിൽ പോലും ആകാശത്തിന് ഏറ്റവും ഉയർന്ന തട്ടിൽ പോലും സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ദുർഘട ഘട്ടങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അവർ തയ്യാറായിരിക്കുന്നത്. 37 ആഴ്ചകളോളം അവർ പരിശീലനത്തിലായിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമടക്കം പരിശീലനം പൂർത്തിയാക്കിയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി മാറുന്നത്. ഈ GSLV Mark 3 റോക്കറ്റാകും പര്യവേഷണ വാഹനം. ഈ ISRO സംബന്ധിച്ച് ISROയുടെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും വിശ്വസ്തത പുലർത്തുന്ന ഒരു റോക്കറ്റാണ് GSLV Mark 3. ബാഹുബലി എന്ന പേര് എല്ലാ കാലത്തും അനർത്ഥമാക്കുന്ന റോക്കറ്റ്. 7 ദിവസം യാത്രികർക്ക് ബഹിരാകാശത്ത് തങ്ങാനുള്ള സംവിധാനങ്ങൾ ഗഗൻയാനിലുണ്ട്. ഒരു 3 ദിവസമാകും ഒരു പക്ഷേ ഈ സഞ്ചാരം, ഓർബിറ്റിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത് 3 ദിവസമാകും. പക്ഷേ 7 ദിവസം യാത്രികർക്ക് ബഹിരാകാശത്ത് തങ്ങാനുള്ള സംവിധാനങ്ങൾ ഇതുണ്ട്. ദൗത്യം വിജയിച്ചാൽ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ കൂടി ഇടം പിടിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മനുഷ്യനെ അയക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന യാതൊരു വെല്ലുവിളികളുമില്ല. പൂർണ്ണമായും ഇന്ത്യൻ മെയ്ഡായ സാങ്കേതിക വിദ്യയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും ISROയും സംയുക്തമായാണ് ഈ സാങ്കേതിക വിദ്യയും ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. പലതരത്തിലുള്ള ഘട്ടത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അതിജീവിച്ചുകൊണ്ടാണ്, മറികടന്നുകൊണ്ടാണ് ഈ അവസാന 4 പേരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു റോബോട്ട് ബഹിരാകാശത്തേക്ക് പോകും. അവിടെ ആ പരീക്ഷണം കൂടി കഴിഞ്ഞതിന് ശേഷമാകും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുക.